ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് വലിയൊരു റോള് തന്നെ വഹിക്കുന്നു. നിങ്ങൾക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും, ബോഡി ഉണ്ടെന്ന് പറഞ്ഞാലും, പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബന്ധവും ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും. ഒരു സർവേ നടത്തിയതിലൂടെ ഏകദേശം 90% ആണുങ്ങളെയും അവരുടെ ക്രഷ് റിജക്റ്റ് ചെയ്തതിനുള്ള മെയിൻ കാരണം അവരുടെ ബാഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ പറഞ്ഞ 90% ആണുങ്ങളും സാമ്പത്തിക സ്ഥിതി നല്ലോണം മെച്ചപ്പെട്ടവരായിരുന്നു, അതുപോലെ നല്ല ലുക്കുള്ളവരായിരുന്നു, നല്ല ഫിസിക്കുള്ളവരായിരുന്നു, എല്ലാം തികഞ്ഞവരായിരുന്നു. ഒന്നൊഴിച്ച് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പരമ ബോറിംഗ് ആയിരുന്നു. ഇവരോട് സംസാരിച്ച സ്ത്രീകൾക്ക് ഇവരോട് ഒരു ബോറിംഗ് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു പെൺകുട്ടിയോട് ബോറടിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ സംസാരിച്ച് അവളെ ഇംപ്രസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അതൊന്ന് അറിയിക്കുക. വീഡിയോയിലെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവളെ ഇംപ്രസ് ചെയ്യണം എന്നൊരു മൈൻഡോടെ അവരെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഈ ഒരു മൈൻഡോടെ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ സംസാരത്തിലുടനീളം നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് എനിക്കിത്രയും പണമുണ്ട്, എനിക്കിത്രയും കാറുണ്ട്, എനിക്കിത്രയും വീടുണ്ട്, എനിക്കിത്രയും ബൈക്കുണ്ട്, അതുപോലെ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ എങ്ങനെയും ഇംപ്രസ് ചെയ്യണം എന്ന മൈൻഡോടെയല്ല, മറിച്ച് എങ്ങനെയും അവരുമായിട്ട് കണക്റ്റഡ് ആവണം. ആ ഒരു മൈൻഡോടെ വേണം നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാൻ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ റൂള്. ഇതിനെ നമുക്ക് 70-30 റൂൾ എന്ന് വിളിക്കാം. അതായത് നിങ്ങൾ 70% മാത്രം കേൾക്കുകയും 30% മാത്രം സംസാരിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ കേൾക്കാൻ ശ്രമിക്കുക. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം അവരെ കേൾക്കുന്ന പുരുഷന്മാരോടാണ്, അല്ലാതെ നോൺ സ്റ്റോപ്പായിട്ട് അവരോട് സംസാരിക്കുന്ന ആളുകളെ അല്ല. ഇത്തരത്തിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ അവരെന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നോട് പറയൂ എന്ന് അവരോട് പറയുക. ഇത് അവരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങൾ ഈ ഹായ് ഹൗ ആർ യു എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ക്രഷുമായിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തെ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹായ് ഹൗ ആർ യുവിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. അതായത്, എന്താ ഇന്നത്തെ കഥ, കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ, പറ കേൾക്കട്ടെ. അതുപോലെ അവരെന്തെങ്കിലും ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ കാര്യമായിട്ടെന്തോ ആലോചനയിലാണല്ലോ, എന്താ കാര്യം, പറ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നുമെങ്കിലും ഇത് ഇമോഷൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവർ നിങ്ങളോട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നാലാമത്തെ കാര്യം, അവരോട് സംസാരിക്കുമ്പോൾ മാക്സിമം നിർത്തി സംസാരിക്കുക, പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവരോട് ആൻസർ പറയുന്ന സമയത്ത് ഒരു 5 സെക്കൻഡൊക്കെ പോസ് ചെയ്തിട്ട് അവരോട് ആൻസർ പറയാൻ ശ്രമിക്കുക. അതുപോലെ മുഖത്ത് കാമായിട്ടുള്ള ഒരു ചിരിയൊക്കെ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, കറക്റ്റായിട്ട് തന്നെ സൈലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സൈലൻസ് എല്ലായ്പ്പോഴും പവർഫുള്ളാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ എല്ലാ ഗ്യാപ്പും അതുകൊണ്ട് ഫില്ല് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ സംസാരിക്കുമ്പോൾ മാക്സിമം അവരുമായിട്ട് ഐ കോണ്ടാക്റ്റും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സെൽഫ് കൺട്രോളും കോൺഫിഡൻസും അവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇനി ആറാമത്തെ അവസാനത്തെ കാര്യം, എല്ലായ്പ്പോഴും അവരുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. നിർത്തുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു നോട്ടുകൂടെ കൊടുക്കുക. ഒരു ഉദാഹരണത്തിന്, നീയുമായിട്ടുള്ള ടൈം സ്പെൻഡിങ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു, നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾക്കിടയിലെ സംഭാഷണം നിങ്ങൾ തന്നെ ആദ്യം അവസാനിപ്പിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾ അവിടെ ഒരു മെമ്മറബിൾ പേഴ്സണായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ആര് തുടങ്ങിയാലും അത് അവസാനിപ്പിക്കേണ്ടത് നിങ്ങളായിരിക്കണം. സോ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.